ഇന്ന് ഞാൻ കുറച്ച് വിഷമത്തിലാണ്. കാരണം എനിക്ക് ഇന്ന് ആകെ കഴിക്കാൻ പറ്റിയത് ഈ ബർഗറും ഷവർമയും കുറച്ച് മട്ടൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും മാത്രമാണ്. പക്ഷെ അതിനൊരു പ്രശ്നവും ഇല്ല, കാരണം ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വെൽക്കം ടു ദുബായ് സീരീസ് എപ്പിസോഡ് 12. ഇന്ന് നമ്മൾ ഫ്ലൈസിയാനയുടെ കൂടെ മിറാക്കിൾ ഗാർഡനും റിവർലാൻഡും അൽസീഫ് ദുബായ് ആണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 150 മില്യൺ ഫ്ലവേഴ്സും 40 മില്യൺ ദിറംസ് ആണ് ഇതിന് ഗവൺമെന്റിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. റിവർലാൻഡ് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ആകെ ഫ്രഞ്ച് വില്ലേജ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അൽസീഫ് ദുബായ് കിട്ടിലെ സ്ഥലമായിരുന്നു. വാട്ടർ ഫ്രണ്ടേജ് കൂടിയുള്ള ഡൈനിങ് സ്പേസും മഡ് ഹൗസസും ബോട്ടിങ്ങും എല്ലാം കിടിലനാണ്. ഈ 3 സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് വേണ്ട ഫുഡാണ്. ഫുഡില്ലാണ്ട് നമ്മൾക്ക് എന്ത് ട്രിപ്പ്. സോ സാദിക്കാടെ കണ്ണൂർക്കാനായ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ ആദ്യം പോയിണ്ടായിരുന്നത്. അവിടുത്തെ കണ്ണൂർ സ്പെഷ്യൽ കായ്ക്കറിയും ബ്രെഡും അപാര കോമ്പിനേഷൻ ആയിരുന്നു. ഈ ബോക്സ് പാർക്കിലുള്ള സ്മോക്ക് ഈറ്ററിയിലെ B&B എന്ന് പറഞ്ഞ ബർഗറിന് 2024 തന്നെ യുഎയിലെ ബെസ്റ്റ് ബർഗറിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ആകെ അതിന്റെ ഉള്ളിലെ ബ്രിസ്ക്കറ്റ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കിസേസിലുള്ള ലാവൻഡിഷ് അത്യാവശ്യം നല്ല ഫേമസ് ആയ ലബനീസ് റെസ്റ്റോറന്റ് ആണ്. ഇവിടുത്തെ ചിക്കൻ ഷവർമ പ്ലാറ്റർ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഡീസന്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കസിനായ നജീബ് കാടെ ഫ്ലാറ്റിലോട്ടാണ് ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നജീബ് കാടെ വൈഫ് ചിക്കനിലും മട്ടനിലും ബീഫിലായിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതിന്റെ ക്ഷീണം നാളെ നമ്മൾ മാറ്റുന്നു പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.